LDF നയിക്കുന്ന മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റനായ ജാഥ ഇടുക്കി ജില്ലയിൽ ആദ്യ സ്വീകരണ കേന്ദ്രമായ പീരുമേട് നിയോജക മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറിലാണ് സ്വീകരണം നൽകിയത്. നിരവധിയായ പദ്ധതികൾ LDF ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ ആണെന്നും നിയോജക മണ്ഡലത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ 85,79,00,000 രൂപ ക്ഷേമ പെൻഷൻ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ എന്നത് ജനങ്ങളുടെ ആവശ്യമാണെന്നും ജോസ് കെ മാണി വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് LDFന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണ സാധ്യത വിലയിരുത്തി LDF 3.0 മൂന്നാം വരവിന് മുന്നൊരുക്കം എന്ന പേരിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റനായുള്ള LDF വികസന മുന്നേറ്റ മധ്യമേഖലാ ജാഥ സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 6-ന് ആറന്മുളയിൽ നിന്നുമായിരുന്നു മധ്യമേഖല ജാഥയ്ക്ക് തുടക്കമായത്. ജാഥയ്ക്ക് കോട്ടയം ജില്ലയിൽ ലഭിച്ച ആവേശജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചത്. വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ ആദ്യ സ്വീകരണമൊരുക്കിയത് തോട്ടം കാർഷിക മേഖലയായ പീരുമേട് താലൂക്കിലെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന വണ്ടിപ്പെരിയാറിലായിരുന്നു. വികസന മുന്നേറ്റ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിൽ LDF പീരുമേട് നിയോജക മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. കേരള സ്റ്റേറ്റ് പെൻഷൻ ബോർഡ് ചെയർമാനും സ്വാഗത സംഘ കമ്മിറ്റി ചെയർമാനുമായ R തിലകൻ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു. വികസന മുന്നേറ്റ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണിക്ക് വണ്ടിപ്പെരിയാർ സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും തുറന്ന ജീപ്പിൽ സ്വീകരണ സമ്മേളനത്തിലേക്ക് ആനയിച്ചാണ് പ്രവർത്തകർ കൊണ്ടുവന്നത്. ബാക്കിയെല്ലാവരും റോഡിൽ നിന്ന് ഒന്ന് മാറിക്കൊടുക്കുക. സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി ജാഥ അംഗം KK ശൈലജ ടീച്ചർ MLA, കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ജോസഫ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G വിജയാനന്ദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. LDF സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾ വിശദീകരിച്ച് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി സംസാരിക്കുകയും കേന്ദ്ര വന നിയമ ഭേദഗതി ചെയ്യാത്തതാണ് വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കാത്തതെന്നും LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ മുഖമുദ്രയാണ് വിവിധ പെൻഷനുകളുടെ വിതരണമെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അവർ സൈൻ ചെയ്താൽ ഇത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. നമുക്കറിയാം, ബഫർസോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അവിടെ എല്ലാം നമ്മുടെ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു സ്നേഹത്തെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ കാണുന്നുള്ള വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ എത്രയോ ഇന്ന് കാണുന്ന ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന ആ ജനതയ്ക്ക് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടിയാണ് ഭൗതിക ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ജാഥ ക്യാപ്റ്റന് LDF നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലീം കുമാർ, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, മുൻ MLA ES ബിജുമോൾ, CPIM ജില്ലാ കമ്മിറ്റി അംഗം PS രാജൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാങ്കുന്നേൽ, വിവിധ LDF നേതാക്കൾ തുടങ്ങിയവർ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ വികസനങ്ങൾ തുറന്നു കാട്ടിയുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് വണ്ടിപ്പെരിയാർ നടന്ന സ്വീകരണ പരിപാടിയിൽ പീരുമേട് താലൂക്ക് തല സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.